ഇത് തന്നിരിക്കുന്നത് അംബേദ്കറെ അപമാനിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃരംഗത്തിരിക്കുന്ന നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്ന ഒരു വേട്ടയാടലാണ്. അംബേദ്കർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇന്ത്യ രാജ്യത്ത് എന്താ പറയുക, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ഉന്നതരായ നേതാക്കന്മാരോടൊപ്പം തുലനം ചെയ്തു നിൽക്കുന്ന ഒരു നേതാവാണ് അംബേദ്കർ. ഈ രാജ്യത്തിന് വേണ്ടി ഭരണഘടന എഴുതിയുണ്ടാക്കിയതിൻ്റെ അസ്തിത്വം, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അംബേദ്കർക്കുള്ളതാണ്. ഇന്ത്യയെപ്പോലത്തെ നാനാത്വത്തിലാകത്വം എന്ന് പറയുന്നൊരു രാഷ്ട്രത്തെ ഇതുപോലെ ഇപ്പം നമ്മൾ കണ്ടില്ല, ഇത്രയും വർഷം നമുക്ക് ഇന്ത്യക്ക് ഒരു തകർച്ചയുമില്ല, ഒരു പതർച്ചയുമില്ല, ഒന്നുമില്ലാതെ പോകുന്നതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഭരണഘടനയാണ്. അത്തരം ഒരു ഭരണഘടന ഉണ്ടാക്കിയ ഏറ്റവും വലിയ സമുന്നതനായ നേതാവാണ് അംബേദ്കർ. ആ അംബേദ്കറെയാണ് പരസ്യമായി തെരുവിൽ നടക്കുന്ന കൊച്ചു പിള്ളേർ ചെയ്യുന്നത് പോലെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള പ്രവചനങ്ങളും പ്രഖ്യാപനങ്ങളും പ്രതിപക്ഷ രംഗത്ത് നിൽക്കുന്ന ഉന്നത നേതാക്കന്മാർ അതാണ് അവിടെയാണ് പ്രശ്നം. ഒരു താഴെത്തട്ടിലെ നേതാവാണെങ്കിൽ സോക്കെ നമുക്ക് അംഗീകരിക്കാം. ഇതുവരെയൊക്കെ ഉന്നതരായ നേതാക്കന്മാർ നാളെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാകും എന്നുപോലും പ്രതീക്ഷിക്കുന്ന ആളുകൾ അംബേദ്കറെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാലഘട്ടം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് വളരെ മുഖവിലക്കെടുക്കുകയാണ്. ഞങ്ങളതിനെ 100% അംബേദ്കറുടെ വ്യക്തിത്വവും അംബേദ്കറുടെ പ്രാധാന്യവും അംബേദ്കറുടെ ബുദ്ധിയും ഒക്കെ അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും ഇന്ത്യയിൽ നിൽക്കുന്നത്. നാളെയും നിൽക്കും, മറ്റന്നാളും ഞങ്ങൾ നിൽക്കും. അതുപോലെ തന്നെ വരുന്ന ഭാവിയിലെ ആളുകൾക്കും ഞങ്ങളൊരു സിഗ്നൽ നമ്മൾ കൊടുക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസ്താവനയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് മറുപടി പറയാം. എത്ര ഒരു അപമാനിക്കുന്ന വാക്ക് ദൈവത്തിന് പകരം ഇങ്ങനെ പറയുന്നു. അംബേദ്കർ ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് എത്ര തവണ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം ലഭിക്കുമായിരുന്നു. ആരാ പറയുന്നത്? അമിത്ഷാ ഇന്ത്യയിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രധാനമന്ത്രിയാകും എന്ന് BJP പ്രതീക്ഷിക്കുന്ന അമിത്ഷയെ പോലുള്ള ഒരു വ്യക്തിയാണ് അംബേദ്കറെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് പറയുമ്പം ഇന്ത്യയിലെ ജനാധിപത്യത്തിനുള്ള ഒരു കൊലപിടിയാണ് അവർ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത് ഇത്രയും വളരെ സീരിയസ് ആയ കാര്യങ്ങൾ എടുത്തത്. ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും പ്രതികരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പ്രതികരിക്കുന്നു എന്ന് മാത്രം. അതെ, അത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ പ്രതികരിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ നേതാക്കന്മാരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ അദ്ദേഹത്തിൻ്റെ പേര് CPM-ൻ്റെ വിജയരാഘവൻ പറഞ്ഞതും അതിൻ്റെ മറ്റൊരു ഭാഗമാണ്, ഒരു തർക്കമില്ലാത്ത ഭാഗമാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു തൂലികയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, BJP-യും CPM-ഉം തമ്മിൽ ഇപ്പോൾ ഉള്ള ഒരു അന്തർധാര, ആ അന്തർധാര വളരെ ഉപകരിക്കുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും. തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ അന്തർധാര അതിപ്പോൾ അവരിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പരസ്പരം പ്രസ്താവനക്കും അതുപോലെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ പിന്തുണയും പിൻബലവും അതിനെ ന്യായീകരിക്കുന്ന വാക്കുകളും ഒക്കെ കൊണ്ട് CPM BJP-യെയും BJP CPM-നെയും ന്യായീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെ മുമ്പിൽ. വിജയരാഘവൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയാണെന്നും പ്രിയങ്കയുടെ ഘോഷയാത്രയിൽ ന്യൂനപക്ഷ വർഗീയതയിൽ മോശപ്പെട്ട ഘടകങ്ങളായിരുന്നുവെന്നും ഈ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ ഇത് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇയാൾ എന്ത് രാഷ്ട്രീയക്കാരനാണ്? വയനാട് പോലുള്ള കോൺഗ്രസിൻ്റെ ഒരു അതീശത്വമുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് ശേഷം സഹോദരി പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ ഇത്രയും 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചെടുത്ത് ഇങ്ങനെ ഒരു അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് എന്ത് രാഷ്ട്രീയം? മുഖ്യമന്ത്രി മുണ്ടിയോ? ഒരു പ്രതികരിച്ചോ? നിങ്ങൾ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞോ? തിരുത്തി കൊടുക്കാനുള്ള ഒരു ബാധ്യതയില്ലേ മുഖ്യമന്ത്രിക്ക്? മുഖ്യമന്ത്രിയും അതിൽപ്പെട്ടയാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ BJP-യുടെയും CPM-ൻ്റെയും അന്തർധാര രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ അവിടെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഇപ്പം നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് CPM-ഉം BJP-യും തമ്മിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കൂടെയൊന്നുമില്ല. ഉണ്ടാകാനുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നു.
ഒരുപാട് സാധ്യതകൾ ഞങ്ങൾ കാണുന്നു. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇരുകൂട്ടരുടെയും ലക്ഷ്യം. അതിനപ്പുറത്തൊരു ലക്ഷ്യമില്ല അവർക്ക്. അത് അവിടെ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കൊച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയ മതേതരത്വ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അടിയുറച്ച് അടിത്തറ കെട്ടിപ്പൊക്കി അതിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കണം. കാരണം ഏറ്റവും രാഷ്ട്രീയ വിവേകമുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഈ കൊച്ചു കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ പോളിറ്റിക്സ് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ആരും ആലോചിക്കുന്നില്ല. ഞങ്ങളെ ആളുകൾക്കറിയാം അതിൻ്റെ ശരിയും തെറ്റും. അതുകൊണ്ട് കേരളത്തിലെ നല്ലവരായ മനസ്സുകളോട് ഞങ്ങൾ പറയുന്നത്, ആരിവിടെ വേണം, BJPയെ സപ്പോർട്ട് ചെയ്യുന്ന CPM വേണോ, അല്ലെങ്കിൽ CPMനെ സപ്പോർട്ട് ചെയ്യുന്ന BJP വേണോ, അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്താൽ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ പഠനം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ സ്റ്റാൻഡ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്കിവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഈ കൊച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണം നാളെയും കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ജനം ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ജനത്തിൻ്റെ വിശ്വാസത്തെ എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കൊടുക്കുന്ന UDF സംവിധാനം മുൻപോട്ട് പോകും എന്ന് അക്ഷരം പ്രതി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വാക്ക് പറയുകയാണ്.